ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാളൊക്കെ കറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മെട്രോയിൽ വീണ്ടും കയറാൻ പോവാണ് കേട്ടോ. മെട്രോയിൽ കയറിയിട്ട് നമുക്ക് വാട്ടർ മെട്രോ കയറുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം, അതായത് സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴെ വാട്ടർ മെട്രോയിൽ കയറാൻ പോകാനുള്ള ബസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ബസ് ഏകദേശം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം ബസ്സിൽ കയറിയാൽ അത്രയും ടൈം നമുക്ക് ലാഭമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം സ്പീഡിൽ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുന്നിൽ ആകെയുള്ള ഒരു പ്രോബ്ലം പറഞ്ഞാൽ ടൈമിംഗ് ആണ് കേട്ടോ. ടൈം ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ വീട്ടിലെത്താനും ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ വാട്ടർ മെട്രോയിൽ പോകണ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ സായിപ്പന്മാരായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളും അത്ര ആളുകളെ ഉള്ളൂ. അപ്പോൾ ഇതാ ബസ് നമ്മുടെ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബസ്സിലാണെങ്കിലും നല്ല ആംബിയൻസ് ആണ്. കാരണം അല്ലാതെ തിക്ക് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ വാട്ടർ മെട്രോ കയറാനുള്ള സ്ഥലത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യട്ടോ. നല്ല തിരക്കുള്ള റോഡാണ്, സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ക്രോസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കണ്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ എന്തോ വല്ലാത്തൊരു സന്തോഷമായിട്ടുണ്ട്. കാരണം ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ പറഞ്ഞാൽ അത്രയും നല്ലൊരു വ്യൂ ആണ്. പരിചയപ്പെടാം. ചൈനീസ് ഫിഷ് നെറ്റിങ്, ഡോൾഫിൻ ഏരിയ 200. നമ്മൾ അവിടെ ചെന്നിറങ്ങി ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് വേണം പോരാൻ. ഇതാണ് 1 മണിക്കൂർ ഫുൾ റൗണ്ട് റൈഡിങ്. നോക്കാം, അറിയാം. അവിടെ പോയോ? അവിടെ നോക്കിയിട്ട് വരാം കേട്ടോ. കേട്ടോ ഇതിൽ നമ്മളെ ഇന്നൊരു ഫോട്ടോ എടുക്കി. ആ ഓളെ നിർക്ക്. എവിടെ? അതല്ല ലീന, അത് അല്ല. ഇതെവിടെ എനിക്കറിയോ? അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കയറുന്നതിൻ്റെ മുന്നേ ഇതിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അകത്തെത്തി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള ടിക്കറ്റാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അവിടെ സെക്യൂരിറ്റികൾ ഓരോരുത്തരായിട്ട് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മെട്രോയിൽ കയറാനുള്ള സെറ്റപ്പിൽ അവിടെ ഇരുത്തിയിട്ടുണ്ട്. മെട്രോ എത്തിയിട്ടില്ല. എത്തിയ ശേഷം നമ്മൾ കയറും കേട്ടോ. അങ്ങനെ നമ്മളവിടെ കാത്തിരുന്ന് നമ്മളെ മെട്രോ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. സോനമോളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ്. ഏത് വേറെ വള്ളത്തേക്ക് വെച്ചിട്ട് കൂട്ടോ.
ഐഷ എങ്ങനെയുണ്ട് ഷാനി? അങ്ങനെ ഗൈസ് നമ്മളിത് ഏകദേശം കുറേ ദൂരം പോന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് ദൂരം കൂടി ഇങ്ങനെ കറങ്ങിയാൽ നമ്മളെ ഫോർട്ട് കൊച്ചിയിൽ പോയി നമുക്ക് ലാൻഡ് ചെയ്യാം. അപ്പോൾ കറക്കത്തിൻ്റെ ഇടയിൽ ഓരോരോ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ ഷിപ്പുകളും ചെറിയ എന്താ പറയുക മീൻ പിടിക്കാൻ പോണ തോണികളും കാര്യങ്ങളും ബോട്ടുകളും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്കൊരു സങ്കടം വന്നു കേട്ടോ. എന്താ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചാർജ് ഇല്ലായിട്ടോ സ്വിച്ച് ഓഫ് ആയത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ചാർജ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഫോണിൽ കളിയും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരെ പോയി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി അവിടുന്ന് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ് വഴി നമ്മൾ ട്രെയിന് കയറാനുള്ള സ്ഥലത്തേക്ക് എത്തിട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരിട്ട് നമ്മളെ കോഴിക്കോട്ടേക്ക് ട്രെയിനും കയറി. അങ്ങനെയാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഏകദേശം നമ്മൾ വീട്ടിലെത്തുമ്പോൾ 11-11:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. അൽഹംദുലില്ലാഹ് എന്തായാലും സേഫ് ആയി. കുറേ പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ലാവിഷായി പോയി വീഡിയോ എടുക്കണ മാതിരിയല്ല. മക്കളെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.